കടക്കുകയാണ്. ഉത്തരേന്ത്യയിലെ കർഷക പ്രതിഷേധം ഇന്ന് 5ാം ദിവസം. ഇന്നലെ ശംഭു അതിർത്തിയിൽ കർഷകർക്ക് നേരെ വീണ്ടും കണ്ണീർവാതകവും റബ്ബർ ബുള്ളറ്റുകളും പ്രയോഗിച്ചു. നാളെ വീണ്ടും കർഷക പ്രതിനിധികളുമായി കേന്ദ്രമന്ത്രിമാരുടെ സംഘം ചർച്ച നടത്തും. വിവരങ്ങളുമായി അശ്വനി ചേരുകയാണ്. അശ്വനി, കർഷക പ്രതിഷേധത്തിൽ പരിഹാരം കാണാൻ 4ാം വട്ട ചർച്ച നാളെ നടക്കാനിരിക്കുകയാണ്. കേന്ദ്രമന്ത്രി അർജുൻ മുണ്ട പറഞ്ഞത് പരിഹാരത്തിനുള്ള എല്ലാ സാധ്യതകളും നടക്കുകയാണ്, അതിനുള്ള ശ്രമങ്ങൾ നടക്കുകയാണ് എന്നാണ്. ഇന്നൊരു ദിവസം എത്രമാത്രം നിർണായകമാണ്? തങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കുന്നില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭവുമായി മുന്നോട്ടു പോകുമെന്നാണ് പറയുന്നത്. കർഷകർ അവർക്ക് നേരെ ഇന്നലെയും കണ്ണീർവാതക പ്രയോഗവും റബ്ബർ ബുള്ളറ്റിനുകളും ഒക്കെ ഉണ്ടായിരുന്നു. ഇന്ന് സ്ഥിതി എങ്ങനെയാണ് ഇതുവരെ? രേണുക നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മന്ത്രിമാരുടെ സംഘവുമായി കർഷക പ്രതിനിധികൾ ഇന്നലെ രാവിലെയും ചർച്ച നടത്തിയിരുന്നു. 3ാം വട്ട ചർച്ചയിൽ അർജുൻ മുണ്ടയുടെ പ്രതികരണം, കേന്ദ്രമന്ത്രി അർജുൻ മുണ്ടയുടെ പ്രതികരണമായിരുന്നു പോസിറ്റീവ് ആയിരുന്നു എന്നുള്ളത്. എന്നാൽ കർഷക പ്രതിനിധികളുടെ പ്രതികരണം മറ്റൊരു തരത്തിലായിരുന്നു. അതായത് ചർച്ചയിൽ കാര്യമായ പുരോഗതി ഉണ്ടായിട്ടില്ല എന്ന നിലപാടാണ് കർഷക നേതാക്കൾ എടുത്തത്. അതുകൊണ്ട് തന്നെ നാളത്തെ ചർച്ച വളരെ നിർണായകമാണ്. ഇതിലെല്ലാം ഉപരി ഇന്നലെ വീണ്ടും കർഷക പ്രതിഷേധത്തിന് നേരെ പോലീസിന്റെ ആക്രമണം, അതായത് പോലീസിന്റെ ഷെല്ലാക്രമണം അടക്കം ഉണ്ടായിട്ടുണ്ട്. ടിയർ ഗ്യാസ് അടക്കം പ്രയോഗിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇതേ തുടർന്ന് കർഷകർ പോലീസിന് നേരെ കല്ലെറിയുകയും ചെയ്തു. ഇന്ന് ശംഭു അതിർത്തിയിൽ ഡിപ്ലോയ് ചെയ്തിരുന്ന ഒരു ഹരിയാന പോലീസ് ഉദ്യോഗസ്ഥൻ ആരോഗ്യ കാരണങ്ങളെ തുടർന്ന്, അതായത് ഹൃദയാഘാതത്തെ തുടർന്ന് മരിച്ച ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. കർഷക പ്രതിഷേധത്തിനെത്തിയ ഒരു കർഷകൻ ഇന്നലെ മരിച്ചിരുന്നു. ഇത്തരത്തിൽ മരണസംഖ്യയും ഉയരുന്നുണ്ട്. നിരവധി പേർക്ക് 40ഓളം കർഷകർക്ക് ഇതുവരെ സംഘർഷത്തിൽ പരിക്കേറ്റിട്ടുണ്ട്. 3ഓളം പേരുടെ കണ്ണിന്റെ കാഴ്ച, റബ്ബർ ബുള്ളറ്റിന്റെ ഉപയോഗം കാരണം കാഴ്ച നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. ഇത്തരത്തിൽ പ്രതിഷേധത്തിന് നേരെയുള്ള പോലീസിന്റെ അല്ലെങ്കിൽ കേന്ദ്ര സേനകളുടെ അടക്കമുള്ള നടപടികൾ ഏറെ പ്രതിഷേധത്തിന് വഴിവെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കേന്ദ്രത്തിന് മേൽ സമ്മർദ്ദം ശക്തമാണ്. അതേപോലെ തന്നെ ഇത്തരത്തിൽ പ്രതിഷേധവും ശക്തമാക്കി മുന്നോട്ട് കൊണ്ടുപോയി കേന്ദ്രത്തിന് മേൽ സമ്മർദ്ദം ഉയർത്തുക എന്ന ലക്ഷ്യവും കർഷക നേതാക്കൾക്കുണ്ട്. എന്നാൽ കർഷക നേതാക്കൾക്കിടയിൽ ഒരു ഭിന്നത അടക്കം ഉളവാകുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. കാരണം ചില തെരഞ്ഞെടുത്ത നേതാക്കളെ മാത്രമാണ് ചർച്ചയ്ക്ക് വിളിക്കുന്നത്, മറ്റു പ്രതിനിധികളെ വിളിക്കുന്നില്ല എന്ന തരത്തിലുള്ള ആക്ഷേപങ്ങളൊക്കെ ഉയരുന്നുണ്ട്. നേരത്തെ തന്നെ കഴിഞ്ഞ തവണത്തെ പ്രതിഷേധത്തിന് ചുക്കാൻ പിടിച്ച രാകേഷ് ടിക്കായത്ത് അടക്കമുള്ളവരെ ഇത്തവണ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു പ്രതിഷേധമാണെന്നതും എടുത്തു പറയേണ്ടതുണ്ട്. അത് അത്തരത്തിൽ നീങ്ങുമ്പോൾ ഈ പ്രതിഷേധത്തിന്റെ അല്ലെങ്കിൽ പ്രതിഷേധത്തിന് പ്രസക്തി നഷ്ടമാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. കാരണം ഒരു ഭിന്നത, നേരത്തെ കഴിഞ്ഞ തവണയും ഇത്തരത്തിലൊരു ഭിന്നത ഉണ്ടാകുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടിരുന്നു. പ്രതിഷേധത്തിന്റെ ഇടയ്ക്ക് പ്രതിഷേധത്തിൽ പങ്കെടുത്ത നേതാക്കൾ പഞ്ചാബിൽ തെരഞ്ഞെടുപ്പിലടക്കം മത്സരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. രാഷ്ട്രീയം അടക്കം അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികളുടെ ആരുടെയും പിന്തുണയില്ലാതെ പ്രതിഷേധത്തിനിറങ്ങിയ കർഷകരുടെ പ്രതിനിധികൾ ഇത്തരത്തിൽ രാഷ്ട്രീയമായി രംഗത്ത് വരുന്ന സാഹചര്യമൊക്കെ ഉണ്ടാകുന്നൊരു ഇതുണ്ടായിരുന്നു. അത്തരത്തിലുള്ള ഒരു നീക്കങ്ങളും ഇപ്പോഴും നടക്കുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. കാരണം ചില നേതാക്കളെ മാത്രമാണ് രഹസ്യമായാണ് ചർച്ചയ്ക്ക് വിളിക്കുന്നത് എന്ന അടക്കമുള്ള ആക്ഷേപങ്ങളാണ് ഇപ്പോൾ ഉയരുന്നത്. രേണുക, തീർച്ചയായും എന്തായാലും ഇന്നത്തെ ദിവസം സംയമനം പാലിക്കും എന്നതാണ് കർഷകർ പറയുന്നത്. തങ്ങളുടെ ഭാഗത്തുനിന്ന് യാതൊരു തരത്തിലുള്ള പ്രകോപനവും ഉണ്ടാകില്ല. നാളത്തെ കൂടിക്കാഴ്ചയ്ക്കായി കാത്തിരിക്കുന്നു. പ്രശ്ന പരിഹാരം ഉണ്ടാകുമോ എന്ന പ്രതീക്ഷയിലാണ്. ഒരുപക്ഷെ അതിലും തങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിച്ചില്ല എങ്കിൽ കൂടുതൽ കടുത്ത പ്രക്ഷോഭത്തിലേക്ക്, പ്രതിഷേധത്തിലേക്ക് പോകും എന്നതാണ് കർഷക സംഘടനകൾ വ്യക്തമാക്കുന്നത്. ഡൽഹിയിൽ നിന്ന് നമ്മൾ ഇന്ന് പ്രതീക്ഷിക്കുന്ന മറ്റൊരു വാർത്ത